നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൂർത്തിയായത് നിശ്ചിത സമയപരിധിയും കഴിഞ്ഞ് 4.5 മണിക്കൂറിലേറെ പിന്നിട്ടപ്പോൾ വടകരയിലാണ് പോളിംഗ് രാത്രി 10:47 വരെ നീണ്ടത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വടകരയിൽ നിന്ന്. രാഹുൽ, പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു. ടോക്കൺ നൽകി ഒരുപാട് പേർ അത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു വോട്ട് രേഖപ്പെടുത്തുവാനൊരു അവസരത്തിനായി. എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായോ? ഗോകുൽ, കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിലാണ് ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പ് അവസാനിച്ചിട്ടുള്ളത്. 11:43 അവസാനത്തെ ആൾ വോട്ട് രേഖപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 77.66% ആളുകളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യന്ത്രങ്ങളുടെ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കൊണ്ടോ വലിയ രീതിയിൽ വോട്ടർമാർ ഇന്ന് കുഴഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാവിലെ 7 മണി മുതൽ ഇത്രയും രാത്രി ഏതാണ്ട് 11:45 വരെ ആളുകളുടെ നീണ്ട നിര ഓരോ ബൂത്തുകളിലും ഉണ്ടായിരുന്നു. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇല്ലാത്തൊരു കാഴ്ചയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായത്. ഇതിനെതിരെ UDFും LDFും ഒരുപോലെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പരിചയമില്ലാത്തതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കാലതാമസം ഉണ്ടാകാൻ കാരണമായതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ ഏറ്റവും വൈകി ഈ 11:45 വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. 77.66 ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക്. ഇതിൽ നേരിയ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 82%-ലധികമായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്ക് അനുകൂലമാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും അനുകൂലമാകുമെന്നാണ് സാധാരണ LDFും UDFും BJPയും പറയാറ്. അതിന് ഇനി 38 ദിവസങ്ങളോളം കാത്തിരിക്കണം. അതിനൊടുവിൽ ആളുകളുടെ ജനവിധി എന്താണെന്ന് അറിയാൻ സാധിക്കും. ഗൂഗിൾ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വടകരയിലാണ് ബൂത്തുകളിൽ പോളിംഗ് വളരെ വൈകിയത്. 10:47 വരെ അവിടെ ചില ബൂത്തുകളിൽ പോളിംഗ് നീണ്ടു. ഏതായാലും പോളിംഗ് എല്ലായിടത്തും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും പോളിംഗ് പൂർത്തിയായി എന്നതാണ് ഒടുവിലത്തെ വിവരം. കുവൈറ്റിലെ വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് നിയന്ത്രണം ഒഴിവാക്കി. ജൂൺ 1 നിയമ ഭേദഗതി പ്രാബല്യത്തിലാകും. 1 വർഷത്തേക്കാണ് കാലാവധി. തൊഴിലുടമകൾക്ക് എത്ര തൊഴിലാളികളെ വേണമെങ്കിലും രാജ്യത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരാം. കുവൈറ്റ് മാനവശേഷി സമിതിയുടെ മേധാവിയും ഔദ്യോഗിക വക്താവുമായ അസീൽ അൽ മസീദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഉത്തരവിന്റെ പരിധിയിൽ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടില്ല. ദുബായ് അൽഖയിൽ റോഡിൽ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. ഇടുക്കി തൊടുപുഴ സ്വദേശി ഷാമോൻ സലീമാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ദുബായിൽ ബിസിനസ് നടത്തുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. തൊടുപുഴ കാഞ്ഞാർ പെമ്പിള്ളിൽ പരേതനായ സലീമിന്റെയും ഹഫ്സയുടെയും മകനാണ്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നീട്ടി. ഈ മാസം 28 അവസാനിക്കേണ്ടിയിരുന്ന സീസൺ അടുത്ത മാസം 5 സമാപിക്കുക. ഒക്ടോബർ 18 ഗ്ലോബൽ വില്ലേജിന്റെ 28ാമത് സീസൺ ആരംഭിച്ചത്. ഇത്തവണത്തെ സീസണിലെ വിസ്മയങ്ങൾ ആസ്വദിക്കാൻ കൂടുതൽ സമയം നൽകി ഗ്ലോബൽ വില്ലേജ് ആരാധകർക്ക് സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് അധികൃതർ. നേരത്തെ ആഗോള ഗ്രാമത്തിന്റെ ഇത്തവണത്തെ സീസൺ ഈ മാസം 28 വരെ പ്രവർത്തിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. ഇത് ഒരാഴ്ച കൂടി നീട്ടുന്നതായാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 5 വരെ ഇത്തവണത്തെ സീസൺ പ്രവർത്തിക്കും. 12 വയസ്സും അതിൽ താഴെയുമുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുന്നതും നീട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് കാണാനെത്തുന്നവരുടെ വലിയ ആവശ്യം പരിഗണിച്ചാണ് അധികൃതരുടെ തീരുമാനം. ഇന്ത്യയുടേതുൾപ്പെടെ 27 രാജ്യങ്ങളുടെ പവലിയനുകൾക്ക് പുറമെ 200-ലേറെ റൈഡുകളും 250-ലേറെ റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ നിരവധി ആകർഷണങ്ങളാണ് ഗ്ലോബൽ വില്ലേജിലുള്ളത്. ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 4 മുതൽ 12 മണി വരെയും ബാക്കി ദിവസങ്ങളിൽ രാത്രി 1 മണി വരെയുമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം അനുവദിക്കുക. 24 ദുബായ്. UAE-യിൽ ആദ്യ വെർട്ടി പോർട്ടിന് പ്രവർത്തനാനുമതി. UAE വ്യോമയാന അതോറിറ്റിയാണ് ചെറു വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉപയോഗിക്കുന്ന വെർട്ടി പോർട്ടിന് അനുമതി നൽകിയത്. പറക്കും ടാക്സികളും ചെറു പറക്കും വിമാനങ്ങളും UAE-യുടെ ആകാശങ്ങളിൽ സാധാരണ കാഴ്ചയായി മാറാൻ ഇനി അധിക നാളുകൾ വേണ്ടിവരില്ല. ഇതിനായുള്ള പ്രവർത്തികളും പരീക്ഷണങ്ങളും UAE-യിൽ സജീവമായി മുന്നേറുകയാണ്. ലോകത്താദ്യമായി ഡ്രൈവറില്ലാതെ പറക്കും ടാക്സി സർവീസ് നടപ്പാക്കാനൊരുങ്ങുന്ന ദുബായിൽ പരീക്ഷണ പറക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. UAE-യിൽ തന്നെ എയർ ടാക്സികൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ആദ്യ വെർട്ടി പോർട്ടിന് പ്രവർത്തന അനുമതിയായി.
റൺവേ ആവശ്യമില്ലാതെ ചെറിയ പറക്കും വിമാനങ്ങൾ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉപയോഗിക്കുന്ന വെർട്ടിപോർട്ടിന് UAE വ്യോമയാന അതോറിറ്റിയാണ് അനുമതി നൽകിയത്. ഇതിന്റെ ആദ്യ ടേക്ക് ഓഫും ലാൻഡിങ്ങും അബുദാബിയിൽ നടന്നു. അബുദാബി യാസ് ഐലൻഡിലാണ് പരിപാടി നടന്നത്. ഈ മേഖലയിലെ വളരെ സുപ്രധാനമായ ചുവടുവെപ്പാണ് ഇതെന്ന് GCAA ഡയറക്ടർ ജനറൽ സെയ്ഫ് മുഹമ്മദ് അൽ സുവൈദി പറഞ്ഞു. അധികം വൈകാതെ പ്രധാന നഗര കേന്ദ്രങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലും ഇത്തരം വെർട്ടിപോർട്ടുകൾ സജ്ജമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. റിയാദ് OICC തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDFന് വോട്ടുറപ്പിക്കാൻ കോളിംഗ് ബൂത്ത് സംഘടിപ്പിച്ചു. വോട്ടെടുപ്പ് ദിവസം മണ്ഡലത്തിലെ വോട്ടർമാരെ ഫോണിൽ വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതായിരുന്നു പരിപാടി. OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് അല്ലുപറമ്പൻ ഉദ്ഘാടനം ചെയ്തു. OICC തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റായ ഇസ്മായിൽ TT അധ്യക്ഷനായി. സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് ശങ്കർ മുഖ്യാതിഥിയായി. സലീം വാഴക്കാട്, ഇസ്മായിൽ പുത്തൻപീടിയേക്കൽ, ശംസുദ്ദീൻ VP, റസാഖ് കുരിക്കൽ, അൻസാർ കുരിക്കൽ എന്നിവർ പങ്കെടുത്തു. അമേരിക്കയിലെ കാലിഫോർണിയയിലുണ്ടായ കാർ അപകടത്തിൽ 4-അംഗ മലയാളി കുടുംബം മരിച്ചു. തരുൺ ജോർജും ഭാര്യയും 2 കുട്ടികളുമാണ് മരിച്ചത്. മരത്തിലിടിച്ച ഇലക്ട്രിക് കാറിന് തീ പിടിച്ചാണ് അപകടമുണ്ടായത്. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലിഫോർണിയയിലെ പ്ലസന്റനിലാണ് 4-അംഗ മലയാളി കുടുംബം കാർ അപകടത്തിൽ മരിച്ചത്. ബുധനാഴ്ച രാത്രി പ്രാദേശിക സമയം 9 മണിയോടുകൂടിയാണ് തരുൺ ജോർജും ഭാര്യയും 2 കുട്ടികളും ഈ അപകടത്തിൽ മരിച്ചത്. മരത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ച ഇലക്ട്രിക് കാർ തീ പിടിക്കുകയായിരുന്നു. അമിത വേഗതയാണോ അപകട കാരണമെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. അപകടവുമായി സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ച തരുണിന്റെ കുട്ടികൾ ഇവിടെ തന്നെയുള്ള പ്ലസന്റൻ യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ വിദ്യാർത്ഥികളായിരുന്നു. ഈ വളവുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ റോഡിലൂടെ ഡ്രൈവർമാർ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സമീപവാസികളും പറയുന്നു. മരിച്ച തരുൺ സോഫ്റ്റ്വെയർ മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മസ്കറ്റിൽ 8 പ്രവാസികൾ കടലിൽ വീണു. ഒരാൾ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. മസ്കറ്റ് ഗവർണറേറ്റിലെ ബൗസർ വിലായത്തിൽ ഷാത്തി അൽ ഖുറം ബീച്ചിലാണ് അപകടം. അപകടത്തിൽപ്പെട്ടവർ ഏഷ്യക്കാരാണ്. എന്നാൽ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. വിധി എഴുതി കേരളം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ഒടുവിലെ കണക്കനുസരിച്ച് 70.35% പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. അന്തിമ കണക്ക് വരുമ്പോൾ ഇത് ഉയരുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് കണ്ണൂരിലും കുറവ് പോളിംഗ് പത്തനംതിട്ടയിലുമാണ്. വോട്ടെടുപ്പിന് ശേഷം എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. കാണാം മേഖല തിരിച്ചുള്ള റിപ്പോർട്ടുകൾ. വിവാദങ്ങൾ കത്തിക്കയറിയ തെക്കൻ കേരളത്തിലും പ്രവചനങ്ങൾക്ക് പിടിതരാതെയാണ് വിധിയെഴുത്ത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകിയത് പലയിടത്തും നേരിയ സംഘർഷമുണ്ടാക്കിയെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു പോളിംഗ് ദിനം. സംസ്ഥാനത്തെ പൊതു പോളിംഗ് പാറ്റേൺ രീതി തന്നെയായിരുന്നു തെക്കൻ കേരളത്തിലും. രാവിലെ 7 മുതൽ 10 വരെ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്കെത്തി. എന്നാൽ കടുത്ത ചൂട് അനുഭവപ്പെട്ട ഉച്ചസമയത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. വൈകുന്നേരത്തോടെ വീണ്ടും ആളുകൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.06% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇക്കുറി 66.43 കുറഞ്ഞു. കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ഉയർത്തിയ നേമം നിയമസഭാ മണ്ഡലത്തിലും കാര്യമായ പോളിംഗ് ഉണ്ടായി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് കാര്യമായി കുറഞ്ഞു. എന്നാൽ UDFന് കാര്യമായ സ്വാധീനമുള്ള അരുവിക്കര, കാട്ടാക്കട മേഖലകളിൽ പോളിംഗ് വർദ്ധിച്ചു. 2019 80.25 പോളിംഗ് രേഖപ്പെടുത്തിയ ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ 76% കുറഞ്ഞു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ് നടന്നത്. പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും ജാതി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 65 കടന്നില്ല.
അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത്. 8ഓളം കള്ളവോട്ട് പരാതികളും പത്തനംതിട്ടയിൽ ഉയർന്നു. കൊല്ലത്ത് മലയോര തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായപ്പോൾ നഗരമേഖലയിൽ കുറവുണ്ടായി. സ്ത്രീ വോട്ടർമാരാണ് കൊല്ലത്ത് കൂടുതലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അട്ടിമറികൾ പ്രതീക്ഷിച്ച മാവേലിക്കര മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 74% ഇത്തവണ അത് 65 ചുരുങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പോളിംഗ് പൂർത്തിയായപ്പോൾ മുന്നണികൾക്ക് പിടികൊടുക്കാതെ മധ്യകേരളം. പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലക്കുടിയിൽ 2020 CPIM പ്രവർത്തകർ ഏറ്റുമുട്ടി. പൊതുവെ തണുപ്പൻ മട്ടിലാണ് മധ്യകേരളം തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത്. കോട്ടയത്തെ പോളിംഗ് 2019 75% നിന്നും 65 കൂപ്പുകുത്തിയത് ഇതിനുദാഹരണം. ഗ്ലാമർ പോരാട്ടം നടന്ന തൃശൂരിൽ 74% ഇതുവരെ പുറത്തുവന്ന കണക്ക്. കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതും കല്ലുകടിയായി. ആലത്തൂരിൽ 75% വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% കുറവ്. പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. ജില്ലയിൽ വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണു മരിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്ത് ഇതുവരെ 68% വോട്ട് രേഖപ്പെടുത്തി. സെലിബ്രിറ്റി മണ്ഡലമായ എറണാകുളത്ത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തി. ഇടുക്കിയിൽ ഇത്തവണ പോൾ ചെയ്തത് 70% വോട്ട് മാത്രം. ചാലക്കുടിയിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ CPIM 2020 പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. 24 കൊച്ചി. മേടച്ചൂടിനെ പ്രതിരോധിച്ച് മണിക്കൂറുകൾ കാത്തുനിന്നും മലബാറിൽ ജനം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് രാത്രി വൈകിയും തുടർന്നു. വടകരയിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ കണ്ണൂരിൽ കുറയാനാണ് സാധ്യത. ജനവിധി പ്രവചനങ്ങൾക്കപ്പുറമാകുന്ന സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് പോളിംഗ് ശതമാനം 78% വരെ പോകാനാണ് സാധ്യത. UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായും സൂചനകളുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പയ്യന്നൂരിലാണ്, 78.5%. UDFനും BJPക്കും ശക്തിയുള്ള കാസർഗോഡാണ് കുറവ് പോളിംഗ് ശതമാനം, 69.05%. മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ പോളിംഗ് കുറഞ്ഞത് LDFന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. കണ്ണൂരിലെ ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ് നിയോജകമണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് LDFന് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ UDF വോട്ട് ചോർന്നിട്ടില്ലെന്നാണ് K. സുധാകരൻ ക്യാമ്പ് വിലയിരുത്തുന്നത്. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം ഉയരാൻ സാധ്യതയില്ല. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത് 74.15%. ഏറ്റവും കുറവ് കോഴിക്കോട് നോർത്തിൽ 69.22%. തെരഞ്ഞെടുപ്പ് തുടക്കം മുതലേ അങ്കത്തട്ടായ വടകരയിൽ പോളിംഗ് ശതമാനം 80-ലേക്കെത്തി. രാത്രി വൈകിയുള്ള പോൾ കണക്ക് കൂടി വന്നാൽ കഴിഞ്ഞ വർഷത്തെ 82% പിന്നിടുമെന്നാണ് നിഗമനം. പ്രചാരണം അതിരുവിട്ട മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി. മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. വർഗീയ പ്രചാരണം വടകരയിൽ വിലപോകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇലക്ഷൻ പ്രവർത്തനത്തിലുടനീളം ജനങ്ങളെ കണ്ടിട്ടുള്ളവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പ്. എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല. വോട്ട് ശതമാനം കുറഞ്ഞത് ഇരുമുന്നണിയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന നിലപാട് ഇവിടെ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് നിർണായകം. കാന്തപുരം വിഭാഗം പ്രാദേശിക തലത്തിൽ LDFന് പിന്തുണ നൽകിയെന്നാണ് സൂചന. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് മലബാറിൽ വലിയ ജനപങ്കാളിത്തമാണ് പൊതുവിൽ പ്രകടമായത്. ഇനി നേതാക്കൾക്ക് കാത്തിരിപ്പിൻ്റെതാണ്, ഒപ്പം ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പിൻ്റെയും. ഏതായാലും ഒരു കാര്യം വ്യക്തം, മലബാറിൽ പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതം തന്നെയാണ്. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിനെതിരെ കോൺഗ്രസ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് വിമർശനം. അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനെ കൃത്യം പരാതികൾ അവർക്ക് ബോധ്യമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാനല്ലാതെ പത്രക്കാരോട് മാത്രം പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷന് പരാതി വരുന്നത് എവിടെ നിന്നാ? ഈ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന കമ്മീഷനിലുണ്ടാകുന്ന അവരുടെ വീഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത്, അത് എല്ലാ കാലത്തും ഉള്ളതാണ്.
ആര് ഭരിച്ചാലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വോട്ടിംഗ് വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ഡോക്ടർ ശശി തരൂരും ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടായെന്ന് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്ക് നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. നല്ല എണ്ണം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം നമ്മൾക്കാണ് വോട്ട് ചെയ്തിരിക്കണം എന്നൊരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും ഇന്നൊരു ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്ന റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം വരും ഈ തവണയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പലയിടത്തും കള്ളവോട്ട് പരാതി ഉയർന്നു. ഇടുക്കി ചക്കുപള്ളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. സംസ്ഥാന അതിർത്തിയിൽ ഇരട്ട വോട്ടുള്ളവരും പിടിയിലായി. തിരുവനന്തപുരം മലയൻകീഴിൽ പോളിംഗ് ബൂത്തിന് സമീപം പണം കണ്ടെത്തി. ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും കള്ളവോട്ട് പരാതികൾക്ക് ഇക്കുറിയും കുറവില്ല. പലയിടത്തും വോട്ട് ചെയ്യാനെത്തിയവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് നിങ്ങളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയല്ലോ എന്ന മറുപടിയാണ്. ഇടുക്കി, ഖജനപ്പാറ, പത്തനംതിട്ടയിൽ തിരുവല്ലം, അടൂർ, ആനപ്പാറ, പന്തളം, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളം, ചിറ്റഞ്ഞൂർ, ഇരിക്കൂർ, മൈലംപെട്ടി, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ സമാന പരാതി ഉയർന്നു. പലയിടത്തും വോട്ടർമാർ പ്രതിഷേധിച്ചു. ഇടുക്കി ചക്കുപള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച CPIM ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെ UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. 77-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം 80-ാം നമ്പർ ബൂത്തിലെത്തിയപ്പോഴാണ് ബിജുവിനെ പിടികൂടിയത്. ഇയാളെ പിന്നീട് പോലീസിന് കൈമാറി. വടകര നാദാപുരത്ത് വിദേശത്തുള്ള സഹോദരന്റെ പേരിൽ വോട്ട് ചെയ്യാനെത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വളയം സ്വദേശി ഷഹൽ ചത്തോത്താണ് പിടിയിലായത്. ഇടുക്കി കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിലും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. UDF നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇടുക്കിയിലെ അതിർത്തി പ്രദേശമായ കുമ്പപ്പാറയിലും ചെമ്മണ്ണാറിലും ഇരട്ട വോട്ട് പിടികൂടി. 1-ാം ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് കുമ്പപ്പാറയിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത്. നടപടിയൊന്നുമെടുക്കാതെ ഇയാളെ പറഞ്ഞയച്ചു. കാസർഗോഡ് UDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി LDF പരാതിപ്പെട്ടു. LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രൻ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് ജില്ലാ കലക്ടർ K ഇമ്പശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരം മലയൻകീഴ് മച്ചലിലെ ബൂത്തിന് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ 51,000 രൂപ കണ്ടെത്തി. പണം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് കൈമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷമുണ്ടായി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം LDF പ്രവർത്തകർ ആക്രമിച്ചെന്ന് പരാതി ഉയർന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് ആരോപിച്ചു. നെടുമങ്ങാട് NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെ സംഘർഷമുണ്ടായി. കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരി പട്ടുവത്താണ് UDF LDF സംഘർഷമുണ്ടായത്. കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച് LDF പ്രവർത്തകരെ UDF ബൂത്ത് ഏജന്റ് ചോദ്യം ചെയ്തതാണ് കയ്യാങ്കളിക്കിടയാക്കിയത്. വിവരമറിഞ്ഞെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം LDF പ്രവർത്തകർ ആക്രമിച്ചെന്നും പരാതി ഉയർന്നു. കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിനെത്തിയ മാധ്യമപ്രവർത്തകരെ UDF പ്രവർത്തകർ ആക്രമിച്ചു. കൈരളി TV റിപ്പോർട്ടർ സിജു കണ്ണൻ, ക്യാമറാമാൻ ഷൈജു പിലാത്തറ എന്നിവർക്ക് പരിക്കേറ്റു. മലപ്പുറം നെല്ലിക്കുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് LDF സ്ഥാനാർത്ഥി V വസീഫും പ്രവർത്തകരും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. നെടുമങ്ങാട് 154-ാം നമ്പർ ബൂത്തിൽ NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെ CPIM BJP പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബൂത്തുതല ഓഫീസറുമായി CPIM പ്രവർത്തകർ സംസാരിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്ത് പോളിംഗ് ബൂത്തിന് സമീപം LDF പ്രവർത്തകർ സ്ലിപ്പ് വിതരണം ചെയ്തത് UDF പ്രവർത്തകർ ചോദ്യം ചെയ്തു. കൊല്ലത്ത് മഞ്ഞപ്പാറ ബൂത്തിൽ വോട്ടെടുപ്പ് വൈകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. രാഷ്ട്രീയ നേതാക്കളുടെ അനാവശ്യ ഇടപെടലാണ് വോട്ടെടുപ്പ് വൈകാൻ കാരണമെന്ന് ഒരു വിഭാഗം ആരോപിച്ചു. പത്തനാപുരത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വോട്ടർമാരെ വാഹനങ്ങളിൽ എത്തിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തൃശൂർ കടങ്ങോട് മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് വോട്ടർമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. പോലീസ് ഇടപെട്ടതോടെ തർക്കം സംഘർഷത്തിന് വഴിമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് വോട്ടുത്സവത്തിലേക്ക് കതിർ മണ്ഡപത്തിൽ നിന്നെത്തിയത് 3 ദമ്പതികൾ.
പുതുജീവിതം ആരംഭിക്കുന്നതിനിടെ അവകാശമായ വോട്ട് രേഖപ്പെടുത്താൻ ഇവരെത്തിയത് കൗതുക കാഴ്ചയായി. തിരുവനന്തപുരത്തും കോഴിക്കോടും പൊന്നാനിയിലുമാണ് വധുവരന്മാർ വിവാഹ ചടങ്ങുകൾക്കിടെ പോളിംഗ് ബൂത്തിലെത്തിയത്. പൊന്നാനി മണ്ഡലത്തിലെ ആലിശ്ശേരി സ്വദേശികളായ ശ്രീകുമാറും ഗോപികയും താലികെട്ട് കഴിഞ്ഞ് നേരെ എത്തിയത് പോളിംഗ് ബൂത്തിലേക്ക്. 7 വർഷം നീണ്ട പ്രണയം പൂവണിഞ്ഞത് വോട്ടെടുപ്പ് ദിനത്തിലായതിന്റെ ആഹ്ലാദത്തിലാണ് ദമ്പതികൾ. 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് ഇരുവരുടെയും വീടുകൾ. അതിനാൽ വോട്ടിടാൻ ഒരു ബൂത്ത് തന്നെ കിട്ടി. കല്യാണ ദിവസമായി തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. എന്തായാലും വോട്ട് ചെയ്ത ആൾ വിജയിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു പ്രണയ വിവാഹമാണ്. ഞങ്ങൾ ഒരേ വാർഡിൽ ഒരേ ബൂത്തിലുമാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ വോട്ടാണ്. അത് ഈ നല്ലൊരു ദിവസം തന്നെ ആയത് വളരെയധികം സന്തോഷം. തിരുവനന്തപുരം മുട്ടട സ്വദേശി അഖിലും വിഴിഞ്ഞം സ്വദേശി സുരഭിയും 2 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി. വിഴിഞ്ഞത്ത് നടന്ന വിവാഹ ചടങ്ങിന് ശേഷം സുരഭി ആദ്യം വോട്ട് ചെയ്തു. പിന്നീട് മുട്ടടയിലെത്തി അഖിലും വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തിന് ഭാവി തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളുടെ വോട്ട് മിസ്സാക്കാൻ തോന്നിയില്ല. അങ്ങനെ കറക്റ്റ് ഒന്ന് ചെയ്തതാണ്. വോട്ട് എല്ലാവരുടെയും അവകാശമാണ്. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വോട്ടിനും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യുന്നത് പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറായ രേഖയും ഭർത്താവുമാണ് ഈസ്റ്റ് നടക്കാവ് UP സ്കൂളിലെത്തി വോട്ട് ചെയ്തത്. കണ്ണൂരിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് നവദമ്പതികൾ വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്ത് കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തി തിരിച്ചു പോകും. തിരിച്ച് കണ്ണൂരേക്ക് തന്നെയാണ് പോകുന്നത്. വോട്ട് ചെയ്യാനായി കോഴിക്കോടേക്ക് വന്നതാണ്. ഞാൻ രാവിലെ 7 മണിക്ക് പോയിട്ട് വോട്ട് ചെയ്ത് അതിനുശേഷമാണ് കല്യാണ ചടങ്ങിലേക്ക് ചേർന്നത്. നവദമ്പതികൾ എത്തിയപ്പോൾ വോട്ട് ചെയ്യാനായി നേരത്തെ വരി നിന്നിരുന്നവർ മാറിക്കൊടുത്ത് സഹായിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിനെതിരെ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, CMRL ഉടമ ശശിധരൻ കർത്തയെ തനിക്ക് പരിചയമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനോട് പ്രതികരിക്കേണ്ട സംസ്കാരം അല്ല എൻ്റെത്. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കരിമണൽ കർത്ത എന്ന ആളെ എനിക്ക് അറിയില്ല, പേരെ അറിയില്ല. എന്താണ് ആളെ ദൂരത്ത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അപ്പം അങ്ങനെ ഒരാളെയായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, അതെന്തെങ്കിലും പേര് മെൻഷൻ ചെയ്തു. ഇപ്പം ഇന്നലത്തെ കാര്യത്തിൽ പേര് മെൻഷൻ ചെയ്തു. അത് ഏറ്റവും നമുക്ക് ഹാനികരമായ, പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ കസ്റ്റമർ, എൻ്റെ എന്നെയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അത് ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ നടന്നൊരു ബിസിനസ്. അതിനെ ബാധിക്കുന്ന രീതിയിൽ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ തന്നെ ഞാൻ പോകും. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.